നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കയ്പമംഗലം കാളമുറിയിൽ മാമ്പറമ്പത്ത് രഞ്ജൻ സാറിൻ്റെ വീട്ടിലാണ്. ഒരു പ്രത്യേകതയുണ്ട് രഞ്ജൻ സാറിന്. അതായത് കൃഷി, മൃഗപരിപാലനം എന്നിവയ്ക്ക് ഒക്കെ താല്പര്യമുള്ള വ്യക്തിയാണ്. റിട്ടയർ ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുഴുവൻ സമയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രഞ്ജൻ സാറ് നമസ്കാരമുണ്ട്. നമസ്കാരം. രഞ്ജൻ സാർ ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നാവും ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഞാൻ 32 വർഷം വെള്ളാങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് ജോലി ചെയ്തിരുന്നത്. 2019 ഞാൻ റിട്ടയർ ചെയ്തു. 19 റിട്ടയർ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഞാൻ ഇവിടെ ജാതി കൃഷിയും അതുപോലെ തന്നെ ചെറിയ കുള്ളം പശുക്കളുടെ വളർത്തലും ഉണ്ടായിരുന്നു. ഞാൻ ഇടപെടെയാണ്. ഈ ജാതിത്തോട്ടം ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുണ്ട്, കൃത്യമായിട്ട് വെച്ചിട്ടുള്ളത് ആകർഷകമായിട്ടുണ്ട്. അതായത് ഗേറ്റിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ, ഗേറ്റ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ 2 ഭാഗത്തായിട്ട് ഇരുവശത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ ആ കൃത്യ അകലം പാലിച്ച് വെച്ചതുകൊണ്ട് തന്നെ അടിയിലൊന്നും പുല്ലുകളൊന്നും ഇല്ല. അതൊരു ഗുണം തന്നെയാണത്. പിന്നെ മാത്രമല്ല, ഈ നട്ടുച്ച സമയം, ഇപ്പോൾ നട്ടുച്ചയാണെങ്കിൽ പോലും ഇവിടെ വെയിലിൻ്റെ ചൂട് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എന്നാണ് പോയത്? അതിൻ്റെ ഒരു ചരിത്രം ഒന്ന് പറയാമോ? ഈ ഇത്രയ്ക്കും ജാതി വെച്ചതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അതിന് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ ലാഭകരമാണോ എന്നുള്ള സംഗതിയെ കുറിച്ചൊക്കെ. ഈ ജാതി മരങ്ങളൊക്കെ വെച്ചിട്ട് 22 വർഷമായി. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് അത്. വെള്ളാങ്ങല്ലൂർ ജോലി ചെയ്തതുകൊണ്ട് അവിടെ എൻ്റെ അടുത്ത പല സുഹൃത്തുക്കളുടെ വീട്ടിലും കണ്ടിട്ടാണ് എനിക്കിതിന് താല്പര്യം തോന്നിയിട്ടുള്ളത്. ബഡ് ചെയ്ത ജാതികളാണോ അതോ? അല്ല, നാടൻ തൈകൾ വെച്ചിട്ട് നമ്മുടെ ഒരു സുഹൃത്ത്, വെള്ളാങ്ങല്ലൂരുള്ള ഒരു സുഹൃത്ത് മുഖേന ഇവിടെ വന്നിട്ട് ബഡ് ചെയ്താണ്. മോശമില്ലാത്തൊരു വരുമാനം നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടും. വരുമാനത്തെക്കാളുപരി നമ്മൾക്ക് അതിന് കുറേ സമയം ഇത് പറക്കാനും അത് പ്രോസസ്സ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സംതൃപ്തി നമുക്ക് ലഭിക്കണം എന്നുള്ള സംതൃപ്തിയോടൊപ്പം തന്നെ വരുമാനം കിട്ടും. എത്ര ജാതികളുണ്ട് ഇവിടെ കാണുന്നത്? 30 ജാതി മരങ്ങളുണ്ട്. 30 ജാതി മരങ്ങളുണ്ട്. എല്ലാത്തിനും ഈൽഡ് കിട്ടുന്നുണ്ടോ? എല്ലാത്തിൽ നിന്നും കിട്ടും. ഏറിയും കുറഞ്ഞും കിട്ടും. ചില വർഷം കൂടുതലായിരിക്കും, ചില വർഷം കുറവായിരിക്കും. വളമൊക്കെ എന്താണ് ചെയ്യുന്നത്? വളം എല്ലുപൊടിയും ആട്ടുംകാട്ടമാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നെ പശുക്കളായോട് കൂടിയിട്ട് എല്ലുപൊടിയും ഈ വെച്ചൂർ പശുക്കളുടെ ചാണകം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ശരി. അപ്പോൾ അത് ഏത് സമയത്താണ് കൊല്ലത്തിൽ ഇത് ചെയ്യുക? കൊല്ലത്തിൽ 2 വളം ഇടും. ഒന്ന് നവംബറിന് മുന്നായിട്ട് എല്ലുപൊടിയും ചാണകവും കുമ്മായവും കൂടി കൊടുക്കും. പിന്നെ മാർച്ച് മാസത്തിൽ ചാണം മാത്രമായിട്ട് കൊടുക്കും. ചാണകം ഇടയ്ക്ക് കപ്പലിൻ്റെ പിണ്ണാക്കും കൊടുക്കും. ഈ ജാതി കൃഷി ലാഭകരമാണ്? ലാഭകരമാണ്. ജാതി കൃഷിയിൽ നമ്മൾക്ക് അതിൽ ഭയങ്കര സംതൃപ്തിയായിരിക്കും. നമ്മൾക്കത് പറക്കാനുള്ള ഇത് കാണുമ്പോഴത്തെ ഭംഗി, അങ്ങനെ എല്ലാ നിലയ്ക്കും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കാര്യം. അടിയിലായിട്ട് ചെന്തങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലേ? വെച്ചിട്ടുണ്ട്. അതെങ്ങനെ വിത്ത് തേങ്ങയായിട്ട് കൊടുക്കുകയാണോ അതോ അല്ലാത്ത രീതിയിലാണോ ചെയ്യുന്നത്? അത് വിത്ത് തേങ്ങയായിട്ട് നാട്ടിക കൃഷിഭവനാണ് സംഭരിക്കുന്നത്. അത് ശരി. വിത്ത് തേങ്ങയായിട്ട് അവരാൾ തന്നെ വന്നിട്ട് അത് അതിൻ്റെ വർക്കൊക്കെ അവർ തന്നെ ചെയ്യും. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലായിട്ട് വിത്ത് തേങ്ങയിട്ട് കൊണ്ടുപോകും. അത് ശരി. ഇനി നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത് രഞ്ജൻ സാറിൻ്റെ പശുക്കുട്ടികളെയാണ്. ആകെ എത്ര എണ്ണം ഉണ്ട് കുട്ടികൾ? ആകെ പശുക്കൾ കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, കൊച്ചു പശുക്കൾ ആണ് ഇതിനോട് പ്രത്യേകത. വളരെ സിമ്പിളായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പശുക്കൾ വെച്ചൂർ പശുക്കളുടെ കൂട്ടണമെന്ന് വേണമെങ്കിൽ പറയാം. 5 എണ്ണം ഉണ്ട്. 5 പശുക്കളുണ്ട് ഇവിടെ, വെച്ചൂർ പശുക്കൾ. സാറിൻ്റെ സാർ ഇവിടെ നിന്ന് കയറുന്നു കേട്ടോ. വളരെ കൗതുകരമായൊരു കാഴ്ചയാണ്. സാറിങ്ങനെ നിൽക്കുമ്പോഴും ഒക്കെ ആയിട്ട് കാണാം നമുക്ക് അങ്ങനെയായിട്ട്. വളരെ ഇഷ്ടത്തോടു കൂടി ഒറ്റങ്ങൾ, പ്രത്യേകിച്ച് അത് മൂരിക്കുട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാം വെച്ചൂർ 3, 2, 5 വെച്ചൂർ പശുക്കൾ. അതുപോലെ ചാണകം കണ്ടുണ്ട്. വളരെ ഔഷധ ഗുണമുള്ളതാണ്, നല്ല ചാണകമാണ് അത്. ചാണകം മൂത്രമൊക്കെ സംഭരിക്കുന്നുണ്ട് അത്. ഇനി നമുക്ക് ഇതിൻ്റെ കാര്യം സാറിനോട് ചോദിക്കാം.
ഈ വെച്ചൂർ പശുക്കളുടെ കാര്യങ്ങൾ. ഇതെങ്ങനെ 5 എങ്ങനെ കൃത്യമായിട്ട് വന്നു സാറേ? 5 അതിൻ്റെ അങ്ങനെ വന്നു, അതിൻ്റെ പരിപാലനം കാര്യങ്ങളൊക്കെ? 2 എണ്ണത്തിന് ഞാൻ വാങ്ങിച്ചാണ് 2 ബാക്കി ഇവിടെ എത്ര വർഷം മുമ്പ് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു? അതൊരു 4 വർഷം മുമ്പ്. 4 വർഷം മുമ്പാണ് വാങ്ങിച്ചത്. അത് ജേഴ്സി പശു ഉണ്ടായിരുന്നു. ജേഴ്സി പശു ഒക്കെ ഞാൻ കൊടുത്തൊഴിവാക്കി. ശരി. ഇത് പ്രധാനമായിട്ടും ഞങ്ങളുടെ ആവശ്യത്തിനുള്ള പാല്, തൈര്, നെയ്യ്, അത് നമ്മൾക്ക് ആവശ്യമുള്ളത് കിട്ടും. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് എൻ്റെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചാണകവും ഇതിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. ചാണകവും മൂത്രം ഈ പറമ്പിൽ എല്ലാ ആവശ്യങ്ങൾക്കും ഉള്ളത്. പാലൊക്കെ എങ്ങനെ? അതിൻ്റെ അങ്ങനെ ഒരു പലരും പറയാറുണ്ട് വെച്ചൂർ പശുവിന് വളരെ കുറച്ച് പാല് കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഉപയോഗിക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? വെച്ചൂർ പശുവിന് ഒരു 1.5 ലിറ്റർ പാലാണ് മാക്സിമം കിട്ടുക പ്രസവിച്ച ഉടനെ. പിന്നെ അത് 1 ലിറ്റർ ആവും, പിന്നെ 1 ലിറ്റർ താഴെയായിട്ട് വരും. അങ്ങനെയാണ്. 1.5 ലിറ്ററിൽ മേലെ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് നല്ല ഔഷധ ഗുണമുള്ളതിന്. പിന്നെ മറ്റു തീറ്റകളൊക്കെ എന്തൊക്കെ കൊടുക്കുന്നത്? തീറ്റകള് അങ്കമാലി എന്ന് പറഞ്ഞ ഒരു നാടൻ തീറ്റയുണ്ട് ഇപ്പൊ, അങ്കമാലി എന്ന് പറഞ്ഞത്, അത് കൊടുക്കും. പിന്നെ ഫൈബർ എന്ന് പറഞ്ഞിട്ട് ചോളത്തോട് പോലുള്ള ഒരു ഐറ്റം ഉണ്ട്, അതൊന്നും കൊടുക്കാറ്. പിന്നെ തേങ്ങപ്പിണ്ണാക്ക് കൊടുക്കാറുണ്ട്. വേറെ ഒന്നും കൊടുക്കില്ല. പല്ലറ്റ് ഐറ്റം കൊടുക്കാറില്ല. ഇത് എത്ര വർഷമായി സാറേ വെച്ചിട്ട്? ഇത് 4 വർഷമായി. വിയറ്റ്നാം സൂപ്പർ എളിയാണ് അല്ലേ? ഏതെങ്കിലും പ്രത്യേക കമ്പനിയുടെ ആണോ സാധാരണ വാങ്ങിച്ചു വെച്ചാൽ? ഇതൊരു ബ്രാൻഡഡ് ഹോം ഗ്രോൺ ഹോം ഗ്രൗണ്ട് ആണ് അല്ലേ? അപ്പൊ അതിൻ്റെതായ ഗുണങ്ങളുണ്ട് അല്ലേ? ഗുണങ്ങളുണ്ട്. കഴിഞ്ഞ 3 ഉണ്ടായിരുന്നു. ഇക്കൊല്ലം കൂടിയിട്ടുണ്ടല്ലോ അല്ലേ? എണ്ണം കൂടി കൂടുതലുണ്ടല്ലോ. 12 എണ്ണം ഉണ്ട്. 12 എണ്ണം ഉണ്ട് അല്ലേ? ശരി. അപ്പൊ അത് ഏറെ പ്രയോജനപ്രദമാണല്ലോ അല്ലേ? അതെ അതെ. തവണ കൃഷിഭവന്റെ സ്കീം പ്രകാരം ഇതൊരു 15 എണ്ണം വേറെ കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തെ പറമ്പിൽ 15 എണ്ണം വെക്കുന്നുണ്ട് അല്ലേ? ഓക്കെ സാറേ, ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് പലരും പശു വളർത്തലിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. കോവിഡ് കാലത്ത് ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു എല്ലാവരും, കൃഷിയും പശു വളർത്തലുമായിട്ട്. അപ്പോൾ സാറാണെങ്കിൽ ഇപ്പോൾ ഈ 5 എണ്ണമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, കൃഷിയിലേക്കൊക്കെ വീണ്ടും ഇറങ്ങി വീണ്ടും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ, ലാഭമാണോ നഷ്ടമാണോ, കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തുപോകുന്നുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ഉത്തരം ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കുമോ? ഇത് ഒത്തുപോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഇത് എൻ്റെ വളം നടന്നു പോകണമെന്നുള്ള പ്രധാനമാണ്. അതുപോലെ തന്നെ പാല്, തൈര്, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കാര്യങ്ങൾ നടക്കും. പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാറില്ല. രാവിലെ തീറ്റ കൊടുക്കും, പിന്നെ വൈകിട്ടും തീറ്റ കൊടുക്കും. അവർ വളരെ ശാന്തരായിട്ട് അവിടെ ഒരു നിലവിളിയോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വളർത്താൻ പറ്റിയ ഇനാണത്. വെച്ചൂരായതിൻ്റെ പേരിൽ ചെറിയ ഇന ആയതുകൊണ്ട് നമുക്ക് പിന്നെ പാലും ഒരു അസുഖവും ഇല്ല. പിന്നെ ഇവരെ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഒറ്റ കുത്തിവെപ്പ് വേണ്ടു. ഒറ്റ കുത്തിവെപ്പ്. പിന്നെ പാല് വല്ലാണ്ട് അധികം ഉള്ളതുകൊണ്ട് പിന്നെ കൊണ്ടു കൊടുക്കേണ്ട ആ പ്രശ്നമില്ല. വിപണനം എന്ന് പറഞ്ഞ കാര്യം ചിന്തിക്കണ്ട. കാരണം പശു വളർത്തുന്നവരെ സംബന്ധിച്ച് 2-3 പശുക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ പാല് അധികമാവും, പിന്നെ അത് വിപണനം നടത്തണം, അങ്ങനത്തെ ഒരു പ്രശ്നം ഇത് അതുമില്ല അല്ലേ? വൈക്കോലൊന്നും അധികം ചിലവാണില്ല എന്ന് തോന്നുന്നു അല്ലേ? വൈക്കോല് ഒരു കെട്ട് 3 ദിവസം കൊടുക്കും. 3 ദിവസം കൊടുക്കും, അത്രയ്ക്കുള്ളൂ അല്ലേ? ശരി, ഓക്കെ, താങ്ക്സ്. അപ്പോൾ രഞ്ജു സാറിൻ്റെ സമ്മതത്തോടും അനുവാദത്തോടും കൂടി ഇത് യൂട്യൂബ് ചാനലായ ഫിസിക്സ് വിദ്യാലയത്തിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സാറിന് നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ? സാറിൻ്റെ നമ്പർ 944 944 62 62 32 32 595 595. അപ്പോൾ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ രീതിയിൽ ഇനി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറിന് നന്ദി.
You'll see the